സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ എം.എൽ.എ. പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ.ഡി. പരിശോധന. മലപ്പുറം ഒതായിലെ വീട്ടിലും മഞ്ചേരിയിലെ സിൽസില പാർക്കിലും ഉൾപ്പെടെ പരിശോധന 3 മണിക്കൂർ പിന്നിട്ടു. അൻവറിനെതിരെ പരാതി നൽകിയ കൊല്ലത്തെ വ്യവസായി മുരുകേഷ് നരേന്ദ്രനെ വിളിച്ചുവരുത്തി ഇ.ഡി. മൊഴി രേഖപ്പെടുത്തി. അൻവറിന്റെ വീടിന് മുന്നിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എത്തുകയും ചെയ്തു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളും ചെന്നു. ഗോകുൽ, ലോൺ എടുത്തുമായി ബന്ധപ്പെട്ടതിന് ഈട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ആണെന്നാണ് കേട്ടത്. പക്ഷേ അതിൽ ഈ PMLA പരിധിയിൽ ലോണും ഈടും ഒക്കെ വരുമോ? അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഈ പരിശോധന പുരോഗമിക്കുന്നത് എങ്ങനെയാണ് ഗോകുൽ? ഹാഷ്മി, പരിശോധന പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. കൊച്ചി, കോഴിക്കോട്, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇ.ഡി. സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒതായിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു. അൻവർ ഇപ്പോഴും ഈ വീടിനകത്ത് തന്നെയുണ്ട്. ഏകദേശം 5 മണിക്കൂറോട് അടുപ്പിക്കുകയാണ് പരിശോധന ആരംഭിച്ചിട്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാങ്കിൽ നിന്ന് ഒരേ ഈട് വെച്ച് 2 വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നേരത്തെ തന്നെ വിജിലൻസിൽ ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും കൊല്ലത്ത് നിന്നുള്ള ഒരു വ്യവസായി മുരുകേഷ് നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ഇ.ഡിക്ക് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഈ അൻവർ അദ്ദേഹത്തിന്റെ ഡ്രൈവർ സിയാദ് മുഖേന 7,50,00,000 പിന്നീട് ഈ സിയാദ് ഈട് വെച്ച അതേ ഈട് ഉപയോഗിച്ച് തന്നെ 5 കോടി രൂപയും 2 തവണകളിലായിട്ട് വായ്പ എടുത്തിരുന്നു. അങ്ങനെ 12,50,00,000 രൂപയാണ് വായ്പ എടുത്തത്. അതിൽ തിരിച്ചടവ് ഏകദേശം 1.5 കോടിയോളം രൂപ മാത്രമേ അടച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 2015 ഇത്തരത്തിലൊരു വായ്പ എടുത്തത്. അങ്ങനെ ഒരേ ഈട് വെച്ച് 2 പേർക്ക് ഇത്രയും വലിയൊരു തുക വായ്പ നൽകാൻ സഹായിച്ച KFC മലപ്പുറം KFCയിൽ നിന്നാണ് അൻവർ വായ്പ എടുത്തിട്ടുള്ളത്. KFC മലപ്പുറം ചീഫ് മാനേജർ അബ്ദുൾ മനാഫ്, ഡെപ്യൂട്ടി മാനേജർ മിനി, ടെക്നിക്കൽ ഓഫീസർ P മുനീർ അഹമ്മദ് തുടങ്ങി KFCയുമായി ബന്ധപ്പെട്ട ഓഫീസറുകളുടെ ഉദ്യോഗസ്ഥരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല പല ജില്ലകളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 14 കോടി രൂപ എടുക്കാൻ ഒരേ ഈട് വെച്ച് പല വായ്പകൾ എടുക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ അതിന്റെ പരിധിയിലാണ് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇവിടെ ഈ നേരത്തെ തന്നെ ഈ അൻവറിന്റെ വീടിന് മുമ്പിലുണ്ട്. ഈ വീടിന് മുമ്പിൽ പരിശോധന നടക്കുന്നു. നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ഈ അൻവറിന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ്. അവിടെ പരിശോധന നടത്തി. അൻവറിന്റെ വാഹനത്തിൽ പരിശോധന നടത്തി. മഞ്ചേരിയിലുള്ള സിൽസില പാർക്കിൽ പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ സിയാദിന്റെ വീട്ടിൽ, അൻവറിന്റെ ഡ്രൈവർ സിയാദിന്റെ വീട്ടിൽ പരിശോധന നടത്തി. ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ഈ ഉദ്യോഗസ്ഥരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം നോമിനേഷൻ സമർപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്, നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിരുന്നു ഇന്ന്. പലരുടെയും നാമനിർദ്ദേശ പത്രികയ്ക്ക് ഇതിനകത്തായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ സംസാരിച്ചതിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. എന്തായിരുന്നു നിങ്ങൾ നേരത്തെ ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്? ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിലേക്ക് ചില ആളുകൾ കയറിയപ്പോൾ അത് കയറണ്ട എന്ന് അവർ പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ചില വാക്ക് സംസാരം മാത്രമാണ്, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ അത് രാവിലത്തെ വക്കീൽ രാവിലെ പറഞ്ഞത്, രാവിലെ 7 മണി മുതൽ റെയ്ഡ് തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ പ്രവർത്തകർക്ക് നോമിനേഷൻ കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുക, അവർ നോമിനേഷൻ പ്രസിഡന്റ് അടക്കം അവിടെ പൂരിപ്പിച്ച ഓഫീസിലുള്ളത്, അവിടുത്തെ ഓഫീസിന് ചാവി എടുക്കാൻ പറ്റില്ല, നേതാവിനെ കാണാൻ പറ്റില്ല എന്നൊരു പ്രശ്നം വന്നു. അപ്പോൾ നേതാവിനെ കാണുന്നുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി. അതിനടിസ്ഥാനത്തിൽ 2 ആൾ അങ്ങോട്ട് പോയി കടത്തി വിട്ടു. അവസാനം ആ 2 ആളും നേതാവിനെ കാണുകയും സംസാരിക്കുകയും ചാവി കൊടുത്ത് പിന്നെ ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റെയ്ഡിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും നിങ്ങൾക്ക് ആരോപണങ്ങളുണ്ടോ? റെയ്ഡ് ഞങ്ങളിത് പ്രതീക്ഷ റെയ്ഡാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നേറ്റം, അതായത് പി വി അൻവർ രാജിവെച്ച് അവിടെ നിന്ന് കൊണ്ട് ഞങ്ങൾക്കറിയാം പി വി അൻവറിൻ്റെ ബാക്കിൽ റെയ്ഡായിട്ടും വിജിലൻസ് ആയിട്ടും ഉണ്ടാവും ഞങ്ങൾക്കറിയാം. അത് പ്രതീക്ഷ റെയ്ഡാണ്. ഇത് കഴിഞ്ഞ ആഴ്ച റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനമോ പി വി അൻവറിനെ തകർക്കാൻ പറ്റില്ല. അശ്മി, അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഈ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലസമയത്ത് റെയ്ഡ് നടക്കുന്നു. അവർ നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിച്ചതാണ് എന്ന് പറയുന്നു. നേരിടാൻ തന്നെ തയ്യാറായിട്ട് നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. നേരത്തെ ഒരാഴ്ച മുമ്പൊക്കെ വിജിലൻസിന്റെ റെയ്ഡൊക്കെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ, വീട്ടിലല്ല, ഈ പറഞ്ഞ ഇപ്പോൾ എയ്ഡ് റെയ്ഡ് നടത്തുന്ന മഞ്ചേരിയിലെ സിൽസില പാർക്കിലൊക്കെ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഈ പറഞ്ഞ മണി ഈ വായ്പ എടുത്തതിന് ശേഷം തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു വിജിലൻസ് പരിശോധന. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇഡിയും പരിശോധന നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച പരാതിയും ഇഡിക്ക് നേരിട്ട് ലഭിച്ചിരുന്നു. പരാതിക്കാരനായിട്ടുള്ള കൊല്ലം വ്യവസായി മുരുകേഷ് നരേന്ദ്രനെ ഈ ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.